നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പച്ചക്കറി ധാരാളം പച്ചക്കറികൾ ഉണ്ടാവണത് എങ്ങനെയാണെന്ന് നിങ്ങളോട് അതിൻ്റെ രഹസ്യം എന്താണ്, അതിൽ ചേർക്കുന്ന വളങ്ങൾ എന്താണെന്ന് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ തൈയിൻ്റെ ചുവട്ടിലും ഞാൻ ഓരോ വിത്തുകൾ പാകി അവിടെ തന്നെ നിന്ന് മുളച്ച തയ്യൽ പടർന്ന് പന്തലിച്ച് ആണ് ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാവുന്നത്. പ്രത്യേകം പന്തലൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും സമയമില്ല, മറ്റുള്ള ജോലികളുള്ളത് കൊണ്ട് എനിക്ക് ഈ പച്ചക്കറിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാറില്ല. പക്ഷേ ഉണ്ടല്ലോ, ധാരാളം പച്ചക്കറികൾ വീട്ടിൽ ഇന്ന് രാവിലെ കുറച്ച് സമയം പോയി വിളവെടുത്ത പച്ചക്കറിയാണ്. എനിക്ക് ഇന്നലെ 2-3 ദിവസങ്ങളായിട്ട് തിരക്കായതുകൊണ്ട് വിളവെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ദേ കണ്ടോ, പാവയ്ക്കൊക്കെ പഴുത്തുപോയി. ഒരു ചെടിയുടെ കീഴിൽ തന്നെ ധാരാളം മുള്ളൻവെള്ളരിക്കയും പാവയ്ക്കയും പീച്ചിങ്ങയും പടവലങ്ങയും ഇപ്പം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ദിവസം പ്രതി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ വിളവെടുക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ചേർക്കുന്ന വളങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയാം. ഞാൻ ചാരം, കഞ്ഞിവെള്ളം ഇവ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കും. ഇത് നന്നായിട്ട് കലക്കും. ചാണകം, എനിക്ക് വെച്ചൂർ പശുവുണ്ട്, പശുവിൻ്റെ ചാണകവും കൂടെ കലക്കിയാണ് ഞാൻ ഇതിലൊക്കെ ഈ മിശ്രിതം, കലക്കിയ മിശ്രിതമാണ് എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്നത്. അല്ലാതെ രാസവളങ്ങളൊന്നും തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല, ജൈവ വളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇഷ്ടംപോലെ പച്ചക്കറി, കൊലകൾ എന്ന് പറയുന്നത് എനിക്ക് ശ്രദ്ധിക്കാത്തതാണ് എന്ന് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഞാൻ അധികം ശ്രദ്ധിക്കാത്ത വാഴക്കുലകളാണ്. നന്നായി ശ്രദ്ധിക്കുന്ന കുലകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തൂക്കത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചേർക്കുന്ന വളങ്ങൾ ചിരട്ടയായിരിക്കും, പൊതുമടലായിരിക്കും, അത് കരിച്ചിട്ടുള്ള കരി, അല്ലെങ്കിൽ വിറക് കഷ്ണം. നമുക്ക് കിട്ടുന്ന നമ്മളുടെ വേസ്റ്റായിട്ട് വരുന്ന വിറക് കഷ്ണങ്ങൾ നമ്മൾ കത്തിച്ച് അതിൻ്റെ ചാരവും കഞ്ഞിവെള്ളം, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം, ചാണകം, ഇത് മൂന്നും കൂടി കലക്കി ഒരു മിശ്രിതമാക്കി 1 കപ്പ് മിശ്രിതത്തിന് 5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് എല്ലാത്തിനും ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഈ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക്, ഈ തൈയുടെ ചുവട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ചെടിക്ക് മാത്രമല്ല തൈക്ക് കൂടെ അതിൻ്റെ വളം ലഭിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെ ഇതിനു മുമ്പ് ഞാൻ ആ പ്രദേശമൊക്കെ കാണിച്ചായിരുന്നു. 80 തെങ്ങിൻ തൈകളാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഈ 80 തെങ്ങിൻ്റെ തൈയുടെ ചുവട്ടിലും ഓരോ പടവലം, പാവല്, പീച്ചില്, മുള്ളൻ വെള്ളരി, ഇളവൻ, വഴുതന, തക്കാളി, പച്ചമുളക് എല്ലാം വച്ചിട്ടുണ്ട്. എല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എല്ലാം തന്നെ ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോ തെങ്ങിൻ്റെ ചുവടുകളിലും വയ്ക്കുമ്പോൾ വേറെ ഒരു ഗുണം എന്ന് പറയുന്നത്, ചെല്ലിയെ തുരത്തുവാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട്, ഒരു പരിധി വരെ ഏറ്റവും നല്ല മാർഗമായിട്ട്, അതായത് ഈ പാവലിന് കയ്പ് ഇത് ചുറ്റി പിണഞ്ഞു കിടക്കുമ്പോൾ, തയ്യലൊക്കെ ചുറ്റി പിണഞ്ഞു കിടക്കുമ്പോൾ അധികം ചെല്ലിയുടെ ആക്രമണം ഈ തൈകൾക്കൊന്നും ഉണ്ടാകാറില്ല. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ പരീക്ഷിക്കണം. പിന്നെ ഇതിന് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ചുറ്റുവശത്തുള്ള പച്ചിലകൾ നമ്മൾ ചെത്തി ഇതിൻ്റെ ചുവട്ടിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൃഷി ചെയ്യുന്ന രീതികൾ. ഓരോ എന്തൊക്കെയാണ് കൂടുതൽ വിളവെടുക്കാനായിട്ട്, ഒരു വലിയ, അതായത് ഒരു പാവലിൽ നിന്ന് തന്നെ 5-8 കിലോ തന്നെ ഒരു മാസത്തിൽ ഒരു 8 കിലോ പാവയ്ക്കെങ്കിലും നമുക്ക് സാധാരണ ഉണ്ടാകാറുണ്ട്. ഒരു വിളവെടുപ്പിന് 2 ദിവസം കൂടുമ്പോൾ തന്നെ അത് ഇന്ന് വിളവെടുത്ത പാവലാണിത്, പാവയ്ക്കയാണ്. അപ്പോൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ പാവയ്ക്ക, അതുപോലെ തന്നെ കണിവെള്ളരി നട്ടിരുന്നു. കണിവെള്ളരി നട്ടിട്ട് അവിടെ ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. നമ്മളിത് എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകുമെന്ന് പേടിച്ചിട്ട് 3 എണ്ണവേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇളവനും ഉണ്ടായി കിടക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് മറ്റുള്ള ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് വച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് നമ്മൾ കൂടുതൽ പച്ചക്കറി എടുക്കാൻ. കുഞ്ഞ് മാവിൻ തൈയിൽ വരെ മാങ്ങ ഉണ്ട്. അപ്പം നിങ്ങളെ ഞാൻ ആ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാം.
അടുത്ത വീഡിയോയിൽ എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ എങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്, ഞാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ധാരാളം പച്ചക്കറി ഉണ്ടാകാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷി എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ ജോലി തിരക്കിനിടയിൽ എങ്ങനെ കൃഷി ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കൃഷി നമുക്ക് സമയമുണ്ടെങ്കിൽ ഒത്തിരി കൃഷി ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ജോലി തിരക്കിനിടയിൽ എങ്ങനെ നമുക്ക് ജൈവ പച്ചക്കറികൾ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒട്ടും സമയമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് അതിനിടയിൽ ഞാൻ ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ, പന്തലോ കാര്യങ്ങളില്ലാതെ തന്നെ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നും കൂടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്ദി.